ഇതെന്തിനാ ഇത്രയും ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിക്കൊണ്ട് വന്നത്? കഴിഞ്ഞ ഞായറാഴ്ച ലെമ്മ വന്നത്, അന്ന് കൊണ്ടുവന്ന് മുഴുവൻ ഇവിടെ തന്നെ ഉണ്ട്. ഒന്നും ഇല്ലാണ്ട് എങ്ങനെയാ മോളെ വരിക? കഴിക്കാൻ വേണ്ടിയല്ലേ കൊണ്ടുവന്നത്? കൊണ്ടുവന്ന് അവിടെ തന്നെ വിൽക്കുക. നീ അതൊക്കെ എടുത്ത് കഴിക്കേ. അച്ഛനും സുഖല്ലേ അമ്മേ? അച്ഛനൊക്കെ സുഖമായിട്ടിരിക്കുന്നു മോളെ. ഞാൻ പറഞ്ഞതാ എൻ്റെ കൂടെ ഇങ്ങോട്ടേക്ക് വരാൻ, വൈകുന്നേരം തിരിച്ചു പോവാലോ. അന്നേരം എന്തോ പഞ്ചായത്തിലേക്ക് പോവാണ്ടെന്ന് പറഞ്ഞിട്ടേ അങ്ങനെ പോയതാ. ആ ഇതാരേ ഇപ്പൊ എത്തിയുള്ളൂ? ഞാനിതപ്പൊ എത്തിയേ ഉള്ളൂ. മോളെ കാണാൻ തോന്നിട്ട് അവിടെ നിക്കാൻ പറ്റുന്നില്ല. മോളുടെ ഒരു കൂട്ടുകാരി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ ആ കുട്ടീനോട് സംസാരിച്ചപ്പോഴേ എനിക്കിത് അവളെ ഓർമ്മയാ വന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല, ഇങ്ങോട്ടേക്ക് വന്നു. അതിനെന്താ, അങ്ങനെ തന്നെയല്ലേ. അപ്പൊ മക്കളെ കാണാൻ തോന്നി ഓടി വന്ന അമ്മമാരെ കണ്ടിട്ട് പോകുക. അമ്മേ, എന്തായാലും വന്നത് വന്നു. 2 ദിവസം കഴിഞ്ഞിട്ട് പോയാ മതി. വെറുതെ ഓടിപ്പോയിട്ടേ പിന്നെ അമ്മ നാളെ തന്നെ പറയും ഇനി എന്നെ കാണുന്ന പറഞ്ഞ് തിരിച്ചു വരും. ചായ എടുക്കാൻ ഞാൻ. ചായ എടുത്തു കൊടുക്ക. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എന്ത് വിശേഷം അല്ലേ, ഞായറാഴ്ച വന്നു പോയതല്ലേ. ഞാൻ അങ്ങനെയാണ്, എന്റെ മോളോട് എപ്പോഴെങ്കിലൊക്കെ പോകുള്ളൂ. പോകണം വിചാരിക്കും. ഇവിടുന്ന് എങ്ങനെ പോകാൻ സമയം കിട്ടാനാ? പിന്നെ നമ്മൾ ഒന്നരാട് ഇങ്ങനെ ഓടി ഓടി പോകുന്നത് അത്ര ശരിയല്ലല്ലോ. 2-3 ആഴ്ചയോ അല്ലെങ്കിൽ 2 മാസമോ കഴിയുമ്പോ അങ്ങ് പോയിട്ട് വരിക. എന്നാലല്ലേ നമുക്ക് ഒരു റെസ്പെക്റ്റും വിലയൊക്കെ അവിടെ അല്ല. അങ്ങനെ ഞാൻ വിചാരിച്ച് പറയല്ല കേട്ടോ. ഞാൻ എന്നെ പോലെ ആകണമെന്നില്ലല്ലോ എല്ലാവരും, അതുകൊണ്ട് പറഞ്ഞൊന്നേ ഉള്ളൂ. ഇതിപ്പോ ഞങ്ങൾക്ക് ഒറ്റ മോളല്ലേ. അപ്പൊ പെട്ടെന്ന് അവളെ കല്യാണം അങ്ങോട്ട് കഴിഞ്ഞപ്പോഴേ ആകെ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയായിപ്പോയി. അച്ഛനാണെങ്കിൽ ഓരോരോ കാര്യങ്ങളും പറഞ്ഞിട്ട് അച്ഛന്റെ വഴിക്ക് അങ്ങോട്ട് പോകും. പിന്നെ ഞാൻ ഇവക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, അവളെ കോളേജിലേക്ക് അയക്കുക. അങ്ങനെ തന്നെ ആയിരുന്നു ലൈഫ് മുഴുവനും. അപ്പൊ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ നേരം ഇവളടുത്തില്ലാത്തൊരു വിഷമം, ഇവളെ ഓർമ്മ അങ്ങോട്ട് വരും. അയ്യോ, വരുന്നതിനും പോകുന്നതിനും ഞങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല കേട്ടോ. മോളെ കാണുന്നൊന്നും വരിക, കണ്ടിട്ട് പോകുക, അതൊക്കെ ഞങ്ങൾക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് മാത്രം. എനിക്കറിയാം അത്. അതുകൊണ്ടാണല്ലോ ഇടയ്ക്കിടയ്ക്ക് കാണാൻ തോന്നുമ്പോഴൊക്കെ ഇങ്ങനെ ഓടി വരാൻ പറ്റുന്നത്. അമ്മയ്ക്ക് ഒരു മടിയുണ്ടായിരുന്നു ഇങ്ങോട്ട് വരാനേ. ഞായറാഴ്ച വന്ന് പോയതല്ലേ, ഇവിടെ എല്ലാരും എന്തെങ്കിലും വിചാരിക്കുമെന്ന് പറഞ്ഞിട്ട്. അയ്യോ, ഞങ്ങൾ അങ്ങനത്തെ ആൾക്കാരല്ലേ, എന്ത് വിചാരിക്കാനാ? മോളെ കാണാൻ വരുന്ന അമ്മമാരും അച്ഛന്മാരൊക്കെ വരുന്നത് സഹജമല്ലേ. എന്നാ ഞാൻ 2 ദിവസം നിന്നിട്ട് പോവാ. അല്ലെങ്കിലും കുറെ ആയല്ലോ മോളൊപ്പം നിന്നിട്ട്. ഇപ്പൊ അവിടെ എത്തിയിട്ട് എന്താ കാര്യം? അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇങ്ങോട്ടേക്ക് തന്നെ 2 ദിവസം കഴിഞ്ഞാൽ വരേണ്ടി വരും. എന്തായാലും നിക്ക. അച്ഛനെ വിളിച്ചു പറയാ ഇന്ന് വരുന്നില്ലാന്ന്. അതന്നെ നല്ലത്. ഇപ്പൊ തിരക്കൊന്നും ഇല്ലെങ്കിൽ 2 ദിവസം നിക്കാലോ. പിന്നെ മൂപ്പര് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിക്കോ തനിയെ? എന്തെങ്കിലുമൊക്കെ ആക്കി കഴിക്കുകയൊക്കെ ചെയ്യും. പിന്നെ ഇന്ന് രാവിലെ ഞാൻ വരുന്ന സമയത്തെ രാവിലത്തേക്കും ഉച്ചക്കത്തേക്കും ഒക്കെ ഉള്ളതൊക്കെ ആക്കിയിട്ടുണ്ട്. പിന്നെ രാത്രിത്തേക്കല്ലേ, മൂപ്പര് എന്തെങ്കിലും ചെയ്തോളൂ. മോളെ, നീ ചായ കൊടുക്ക്. ഇനി ഇവിടെ തന്നെ ഉണ്ടല്ലോ 2 ദിവസം, നമുക്ക് പതുക്കെ സംസാരിക്കാം. ഞങ്ങൾ സംസാരിച്ചിരിക്കും. നമ്മ ചായ കുടിക്കേ. ശ്രുതി എവിടെ? അവള് ബാൽക്കണിയിലുണ്ടമ്മേ. അവള് അമ്മേനോടൊന്ന് സംസാരിച്ചോണ്ടിരിക്കുക. നല്ല കാര്യം. എനിക്കെന്തോ ഈ വയ്യ അമ്മന്റെ വരുത്തും പോക്കൊന്നും അത്ര അങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല മോനെ. എന്താ അമ്മേ? അല്ല മോനെ, ഇവരുടെ മോളെ ഇപ്പൊ ഇങ്ങോട്ട് നമ്മൾ കൊണ്ടുവന്നു പറഞ്ഞിങ്ങാണ്ട് ഈ അമ്മ ഏത് നേരം ഇവിടെ വന്നും പോയി കൊണ്ട് നിന്നാലോ? എന്നപ്പോ നമുക്ക് അവിടെ തന്നെ ഇരുത്തിക്കൂടെ? എന്നാ പിന്നെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാലോ. ഇത് എന്തിന് കല്യാണം കഴിച്ച് നമുക്ക് അയച്ച്? നമുക്ക് നാട്ടിൽ എത്ര പെൺകുട്ടികൾ കിടക്കുന്നു വേറെ. ഇത് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി. നീ വന്നും പോയി വല്ല കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാതിരുന്നാൽ മതി ഇവിടെ. എനിക്ക് അതോർത്തിട്ടാ പേടിയാവുന്നത്. എന്ത് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനമ്മേ? അവരുടെ മോളെ ഇങ്ങോട്ട് കല്യാണം കഴിച്ചോണ്ടെന്ന് വിചാരിച്ചിട്ട് അമ്മയ്ക്ക് മോളെ കാണാണ്ടിരിക്കണമെന്നാണോ? അവര് വരട്ടെ, ഒരു പാവ സ്ത്രീയല്ലേ. വന്നിട്ട് അവളെ കണ്ട് സംസാരിച്ചിട്ട് പോട്ടെ. അതിനിപ്പോ എന്ത് പ്രശ്നം വരാനാ? എന്നാലും അതല്ലല്ലോ മോനെ, ഇതൊരു കുടുംബമല്ലേ. നീയും അവള് മാത്രം ഉള്ളത്, ഞാനും അച്ഛനൊക്കെ ഉള്ളതല്ലേ. നമ്മൾ എന്ത് ചിന്തിക്കുന്ന ഒരു ബോധവും ഈ അമ്മയ്ക്ക് വേണ്ടേ? ഒന്നില്ല അതിന് മനസ്സിലാവണം. അല്ലെങ്കിൽ നിന്റെ ഭാര്യക്ക് പറഞ്ഞുള്ള കഴിവ് വേണം. അമ്മ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരണ്ട, ഇവിടെ എല്ലാവരും എന്ത് വിചാരിക്കുന്നുള്ളത്. അത് രണ്ടിനും ഒരു ബോധവും ഇല്ല. അമ്മ വെറുതെ അനാവശ്യമായിട്ട് ഒന്നും ചിന്തിച്ചു കൂടണ്ട. അവളുടെ അമ്മ ഇവിടെ വരുന്നു, അതും ആഴ്ചയിലൊന്ന് വന്നിട്ട് ജസ്റ്റ് കണ്ടിട്ട് പോകുന്നല്ലോ. ഇന്നാണ് ആദ്യമായിട്ട് പറഞ്ഞ് 2 ദിവസം ഇവിടെ നിൽക്കാന്ന്. അത് അമ്മ നിർബന്ധിച്ചോണ്ട്. അതിലിപ്പോ എന്ത് പ്രശ്നമുള്ളത്? ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞു എന്നല്ലേ ഉള്ളൂ. അതിന്റെ പുറകെ തന്നെ ഒരു സൂചനയും കൊടുത്തു. എന്റെ മോളവിടെ പോയിട്ടൊന്നും ഞാൻ നിക്കളില്ല, എപ്പോഴെങ്കിലൊക്കെ പോകും വരും ചെയ്യുള്ളൂ എന്നുള്ളത്. അപ്പൊ അത് കേട്ട ഈ അമ്മ പോകണ്ടേ? അതല്ല എന്റെ മര്യാദ. അമ്മ എന്താ ഇങ്ങനെ? അമ്മ നമ്മുടെ സ്വാധീന്റെ വീട്ടിലേക്ക് ഇടയ്ക്കിടയ്ക്ക് പോകുന്നില്ലേ? അത് ഓരോ ചാക്ക് സാധനങ്ങളും കൊണ്ട്.
അപ്പൊ അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല. എന്നിട്ട് എന്റെ ഭാര്യന്റെ അമ്മയൊന്നും ഇവിടെ അവളെ കാണാൻ വന്നപ്പോ അമ്മയ്ക്ക് എവിടെ ഇല്ലാതെ പ്രശ്നം. അപ്പൊ അമ്മ അങ്ങോട്ട് പോകുന്ന അവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കാനാ? ഒന്നും മിണ്ടാതിരിക്കടാ, അങ്ങനത്തെ അമ്മയല്ല ഞാൻ. അതെ, അവനും അവളും മാത്രം അവിടെയുള്ളൂ. അത് കാരണം ഞാൻ പോകുക. അവളുടെ അമ്മായിയമ്മയും അമ്മാനച്ഛനും ഞാൻ പോകുക, നിനക്ക് തോന്നുന്നോ? ആ, എന്നാ പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്യാം. ഞാൻ അവളും കൂടെ വേറൊരു വീടെടുത്ത് അങ്ങോട്ട് താമസം മാറ്റാം. അപ്പൊ പിന്നെ അവളുടെ അമ്മയ്ക്ക് അങ്ങോട്ട് വന്നാൽ മതിയല്ലോ. പിന്നെ അവളുടെ അമ്മേന്റെ കുത്തിത്തിരിപ്പ് എന്ന് പറഞ്ഞ അമ്മ ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ട. അമ്മ ഇവിടെ ഒറ്റയ്ക്ക് നിന്നു. കണ്ടില്ലേ, എനിക്ക് ഇത് തന്നെ പേടി. ആ തള്ള വന്ന് തുടങ്ങുമ്പോഴേ എനിക്ക് തോന്നി എന്തെങ്കിലും കുത്തിത്തിരിപ്പിട്ട് എങ്ങനെ രണ്ടാളുടെ മനസ്സിലുണ്ടാക്കുന്നു. ഇതെപ്പോ പറഞ്ഞത് അതിന്റെ അടുത്ത അമ്മ? ഓ, അമ്മ എന്തൊക്കെയമ്മ പറയുന്നത്? അമ്മേനെ മനസ്സിലാക്കി തരാൻ വേണ്ടിട്ട് ഒരു ഉദാഹരണം പറഞ്ഞതാ. അല്ലാണ്ട് ഞങ്ങൾ വേറെ വീട് മാറി താമസിക്കുന്നല്ല പറഞ്ഞേ. നീ ഇപ്പൊ പോകില്ല, പക്ഷെ ഉദാഹരണത്തിനാണെങ്കിൽ നിനക്ക് ചിന്ത വന്നില്ലേ? അച്ഛൻ വരട്ടെ ഇവിടെ, ആ തള്ളന്റെ പോക്ക് വരവ് നിർത്തിയേ പോരെ. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം, അല്ലെങ്കിൽ ശരിയാവില്ല. എന്തായാലും അവളുടെ അമ്മ 2 ദിവസം നിൽക്കാൻ വന്നു, അത് നിന്നിട്ട് പോകട്ടെ. ഇനി ഇവിടെ ഒരു വരാത്ത രീതിക്കായിരിക്കും ഞാൻ ഇവിടെ ഇറക്കി വിടുക, നീ നോക്കിക്കോ. അതിന് വേറെ താമസം മാറി പോകണത്രേ. ഓ, ഏത് കഷ്ടകാല സമയത്താണോ അവൾ അമ്മയ്ക്ക് ഇങ്ങോട്ട് വരാൻ തോന്നിയത്? ഇനി അമ്മ എന്തൊക്കെ പറയും അവരോട്. ഛേ, ആ, ഈ മീനാണ് ഇവിടെ ഉള്ളത്. കുറച്ച് മത്തിയും വേറെ എന്തോ ഒരു കഷ്ണം മീനാ തോന്നുന്നു. പിന്നെ അവന്റെ അച്ഛൻ വിളിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നോ ആവോലി വേണാന്ന് ചോദിച്ചിട്ട്? ആവോലി കഴിക്കുമല്ലോ അല്ലേ? അയ്യോ, അതിന്റെ ഒന്നും ആവശ്യമില്ല. എനിക്കിത് ഇവിടെ ഉള്ളത് എന്താണോ അത് തന്നെ മതി. അല്ലെങ്കിൽ മീന് കഴിക്കണമെന്നൊന്നും എനിക്ക് ഒരു നിർബന്ധമില്ല. അവിടെ ഞങ്ങൾ അധികം പച്ചക്കറിയാ. മൂപ്പരോട് പറഞ്ഞേക്ക് ഒന്നും കൊണ്ടുവരണ്ടാന്ന്. ആ, അങ്ങനെയാണെങ്കിൽ ആയിക്കോട്ടെ, കുറച്ച് പച്ചക്കറി ഉണ്ടാക്കാലോ. പിന്നെ ഞാൻ മൂപ്പരോട് വിളിച്ച് പറയട്ടെ ജോലിക്ക് പോയിക്കോന്ന്. മീൻ വാങ്ങിട്ട് ആരോടെയും കൊടുത്തു വിടാന്നാ പറഞ്ഞത്. ഇനിയിപ്പോ വേണ്ടാലോ. ആ, എന്നാ പിന്നെ പച്ചക്കറി എന്താ എടുക്കണമെന്ന് പറഞ്ഞാൽ മതി, ഞാൻ എടുത്തിട്ട് വരാം. കറി വെക്കാനൊക്കെ ഞാൻ സഹായിക്കാം. അയ്യോ, സഹായിക്കൊന്നും വേണ്ട. ഇവിടെ അടുക്കളയിലെ പണിയെല്ലാം ഞാൻ തന്നെ ചെയ്യുന്നത്. അതാണ് എന്റെ മനസ്സിനൊരു തൃപ്തി. പിന്നെ ഈ അമ്മമാരെ പറഞ്ഞിട്ടും കാര്യമില്ലേ, പെൺകുട്ടികൾ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവുന്നതല്ലേ. കല്യാണം കഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒറ്റപ്പെട്ട പോലെ തോന്നും. പിന്നെ താഴെ ഇളയത് മൊത്തതൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അത്ര വലിയ പ്രശ്നം തോന്നില്ല. ഇതിപ്പോ അടുത്തുമല്ലേ, അത് കാരണം ഓടി ഓടി വരാലോ. ദൂരെയാണെങ്കിലോ കാണാൻ തോന്നിട്ട് മിണ്ടാതെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കേണ്ടി വരില്ലേ. ദൂരെ നിന്നൊക്കെ അവർക്ക് ഒരുപാട് ആലോചന വന്നതാ. ഓസ്ട്രേലിയയിലും പിന്നെ ഗൾഫിലേക്കും ഒക്കെ ജോലി ചെയ്യുന്ന ചെക്കന്മാരുടെ ഒക്കെ ഉണ്ടായിരുന്നു അവിടെ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ എന്താ വെച്ചാല് ഞങ്ങൾക്ക് എന്തോ അവിടെ അത്രയും ദൂരെയൊക്കെ അയക്കാനേ ഒരു സമാധാനം ഉണ്ടായില്ല. അപ്പൊ ആ സമയത്താണ് ഇവിടെ നിന്നുള്ള ആലോചന വരുന്നത്. ഇതിപ്പോ അടുത്തുമല്ലേ, എപ്പോഴും വരണമെങ്കിൽ വരാ, കാണാം, അവക്ക് അങ്ങോട്ട് വരാം. പിന്നെ നിങ്ങളോടൊക്കെ സംസാരിച്ചപ്പോ ഒരു സമാധാനം, നമ്മളെ പോലെ തന്നെയുള്ള ആൾക്കാരാണ്, പ്രശ്നമൊന്നും ഉണ്ടായില്ല എന്ന് തോന്നി. അങ്ങനെയാണ്. ആ, ചില കുടുംബങ്ങളിലൊക്കെ എങ്ങനെയാണെന്നറിയോ, കുട്ടികൾ നല്ലതായിരിക്കും. അടുത്താണ് പറഞ്ഞ് വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് പോകും. പോയി വന്നു കഴിഞ്ഞാൽ കുട്ടികളുടെ സ്വഭാവം ആകെപ്പാടെ മാറും. അല്ല, നമ്മുടെ കാര്യമല്ല കേട്ടോ, ചില ആൾക്കാരുടെ കാര്യം ഞാൻ പറഞ്ഞതാണ്. അയ്യോ, മോളെ കുറിച്ച് അങ്ങനത്തെ ടെൻഷൻ ഒന്നും വേണ്ട കേട്ടോ. ഒരു കുടുംബത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് നിൽക്കണം, എല്ലാവരെയും സ്നേഹിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞു വിട്ടിട്ടുള്ളൂ. അവളും അങ്ങനെ തന്നെയാണ്. അവക്കും എല്ലാവരും കൂടെ വേണം, അങ്ങനത്തെ ഒരു കുട്ടിയാ. അല്ല കേട്ടോ, പെൺകുട്ടികളെ മാത്രം കുറ്റം പറഞ്ഞൊന്നും കാര്യമില്ല. ചെക്കന്മാരുടെ സ്വഭാവം എപ്പോഴാ മാറുക ആരെങ്കിലും കണ്ടവരുണ്ടോ? ഇപ്പൊ എന്റെ മോൻ പറയുകയാണെങ്കിൽ നല്ല കുട്ടിയാണ്, നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാവർക്കും നല്ല ഇഷ്ടം അവനെ. പക്ഷെ ചെക്കന്മാരുടെ കല്യാണം കഴിഞ്ഞാലേ ഇനിയിപ്പൊ എത്ര നല്ലതാണെന്ന് പറഞ്ഞും കാര്യമില്ല. പെൺകുട്ടികൾ പറഞ്ഞാലും അവര് കേൾക്കും. ഇപ്പൊ നല്ലത് പറഞ്ഞു കൊടുത്ത് നല്ലത് കേൾക്കും, മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞു കൊടുത്ത് അവർ അതും കേൾക്കും. പിന്നെ നമ്മളെ പറയേണ്ടി വരും എന്റെ മോൻ അന്ന് നല്ല മോനായിരുന്നോ എന്നുള്ളത്. സത്യം പറയുകയാണെങ്കിലേ അമ്മമാരുടെ മനസ്സിലൊക്കെ ഒരു തീയ അങ്കിള് കല്യാണം കഴിഞ്ഞ. പിന്നെ ചിലവര് പറയലുണ്ട് കല്യാണം കഴിഞ്ഞ അതേ പാട്ടിലങ്ങ് അവരിന് വിട്ടേക്കണം, അവര് വേറെ പോയി താമസിച്ചോട്ടെ എന്നുള്ളത്. പറയുന്നവർക്ക് അതൊക്കെ പറയാം. പിന്നെ നമ്മളല്ലേ അവരെ 10-30 വർഷം വരെ നോക്കി വളർത്തി ജോലിയാക്കി കൊടുത്ത് മക്കള് 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 പറയാൻ നമ്മുടെ ചെറുപ്പവും നോക്കിയില്ല, നമ്മുടെ പ്രായമാണെന്ന് നമ്മൾ അറിയുന്നില്ല. എല്ലാം അവർക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചു. അവർക്ക് ഓരോ കല്യാണം കഴിഞ്ഞപ്പോഴോ അച്ഛനും വേണ്ട അമ്മയും വേണ്ട, ഞങ്ങൾക്ക് പ്രൈവസി വേണം പറഞ്ഞിട്ട് അവരുടെ വഴിക്ക് പോയി. ഞങ്ങളുടെ കാര്യമല്ല കേട്ടോ, പല കുടുംബങ്ങളിലും നടക്കുന്നതാ. അപ്പൊ ഈ അച്ഛൻ്റെ അമ്മയുടെ വിഷമം ആലോചിച്ച് നോക്ക്. എന്തൊക്കെ പറഞ്ഞാലും ആ ഒരു വേദനയില്ലേ അച്ഛനമ്മമാരുടെ മനസ്സിലങ്ങ് കിടക്കും. പിന്നെ മത്തി എന്താ ചെയ്യേണ്ടത്? മാങ്ങിട്ട് വെക്കുക, പുളി ഒഴിക്കുക. ഇവിടെ എങ്ങനെയാണോ വെക്കണത് അങ്ങനെ മതി. എനിക്കങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ എന്നാ അങ്ങോട്ട് പോട്ടെ, മൂപ്പരൊന്ന് വിളിക്കണം. നന്നായിട്ട് പോകുന്ന കുടുംബമാണ്, അതിനെ കേടുവരുത്താൻ വേണ്ടി മെനക്കെട്ട് വന്നത്.
നല്ലൊരു പെൺകുട്ടിനെ എനിക്ക് കിട്ടിയത്, എന്റെ മോന് പറ്റിയതിന്. അതിന് കേട് വരുത്താതിരുന്നാ മതി. ഇതെന്താ ഹാൻഡ് വാഷ് ചെയ്തതാ? ആ അമ്മ രാവിലെ ഹാൻഡ് വാഷ് ചെയ്തിട്ടതാ. പുതിയ ഡ്രസ്സാ. ബാക്കിയൊക്കെ മെഷീനിലിട്ടിട്ടുണ്ട്. ഇത് ഏകദേശം ഒക്കെ ഉണങ്ങി മതി. മോളെ ഞാനൊന്ന് ഇറങ്ങട്ടെ കേട്ടോ, ഞാൻ നിക്കുന്നില്ല. ഏ അമ്മ നിക്കാന്ന് പറഞ്ഞിട്ടല്ലേ വന്നത്? പിന്നെന്താ ഇപ്പൊ തന്നെ പോവാന്ന് പറയുന്നേ? ഞാൻ ഏട്ടനോട് പറഞ്ഞതാ വൈകുന്നേരം നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് പുറത്തൊക്കെ പോവാന്നുള്ളത്. നിക്കണം എന്നുണ്ടായിരുന്നു മോളെ. പക്ഷെ ഇപ്പൊ ഞാൻ അച്ഛനെ വിളിച്ചതാ. അന്നേരം അച്ഛൻ പറഞ്ഞു ഒന്ന് വേഗം എത്തുകയാണെങ്കിൽ നന്നായിരുന്നു, അമ്മായിന്റെ വീട്ടിലേക്ക് പോണത്രേ. അപ്പോ അവിടെ ആ കുട്ടീനെ പെണ്ണ് കാണാൻ വേണ്ടി നാളെ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഞാനുണ്ടെങ്കിൽ അമ്മായിക്കൊരു സമാധാനമായി എന്നൊക്കെ പറഞ്ഞിട്ടാ വിളിച്ചത്. ഞാൻ ഒന്ന് ഇറങ്ങട്ടെ. അയ്യോ എന്നാ സാരല്ലേ, അമ്മ പോയിട്ട് വാ. ഇനിയിപ്പോ 2-3 ദിവസം കണ്ട് അമ്മ വരില്ലേ? അന്നേരം നമുക്ക് പുറത്തൊക്കെ പോവാം. ആ നോക്കട്ടെ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരാനും പറ്റില്ലല്ലോ. ഇപ്പൊ തന്നെ ഇതാ കൊറേ പ്രാവശ്യമായി വരുന്നത്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴൊക്കെ അവിടുത്തെ പണികളൊക്കെ അങ്ങനെ അങ്ങോട്ട് കിടക്കും. ഇനിയിപ്പൊ കുറച്ചു ദിവസം വീട്ടിലിരുന്നിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കട്ടെ. അച്ഛനും ബുദ്ധിമുട്ടാണ്, അച്ഛനെ വിട്ടിട്ടല്ലേ ഇങ്ങനെ വരുന്നത്. മോക്കും വരാലോ, അച്ഛനും അമ്മനെയും ഒക്കെ കാണണം തോന്നുമ്പോ അങ്ങോട്ടേക്ക് വന്നാ പോരെ. മോളെ സ്വന്തം വീടല്ലേ, പിന്നെന്താ. എന്നാ അമ്മ ഇറങ്ങട്ടെ. എന്നാ ശരി അമ്മ, അമ്മ ഇറങ്ങിക്കും. ആ പിന്നെ നന്നായിട്ട് ഇവിടുത്തെ അച്ഛനെയും അമ്മേനെയും ഒക്കെ നോക്കണം കേട്ടോ. അവരെ വിഷമിപ്പിക്കുകയൊന്നും ചെയ്യരുത്. പറഞ്ഞു തരേണ്ട കാര്യമില്ല, എന്നാലും മോളെല്ലാം ഒന്ന് അറിഞ്ഞും കണ്ടും ഒക്കെ ചെയ്യണം. നല്ല സ്നേഹമുള്ള ആൾക്കാരാ. പിന്നെ മോന്റെ കാര്യം പറയണ്ടാലോ. ഇതൊക്കെയാണ് അമ്മയ്ക്കൊരു സമാധാനം അവിടെ ഇരിക്കുമ്പോ. അതമ്മ എന്നോട് പ്രത്യേകിച്ച് എടുത്ത് പറയാനുണ്ടോ? ഞാൻ എല്ലാവരോടും നല്ല സ്നേഹത്തിൽ തന്നെ നിൽക്കുന്നത്. പിന്നെ അവിടെ അച്ഛനും അമ്മയൊക്കെ എനിക്ക് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഇവിടെ ഉള്ളവർ. എനിക്ക് ഒരു വ്യത്യാസം തോന്നിയിട്ടില്ല. അമ്മ ഇന്ന് പോയി, ഞാൻ എന്തൊക്കെ എടുത്തിട്ട് വരാം. ആ വാ. അല്ല, നീ 2 ദിവസം നിന്നിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇത്രയും പെട്ടെന്ന് വന്നോ? ഞാൻ നിക്കില്ലായിരുന്നു ശരിക്കും. പിന്നെ മോൾ എന്നോട് പറഞ്ഞു അമ്മ നിന്നിട്ട് പോ, പിന്നെ അവക്കൊരു വിഷമാവണ്ടെന്ന് പറഞ്ഞിട്ട് നിന്നതാ. പിന്നെ എത്ര ദിവസം നിക്ക, മോശമല്ലേ. അതുകൊണ്ടാ പിന്നെ ഇങ്ങോട്ട് വന്നത്. ഈ ചെടികൾ നോക്കി ഇനി ഇതിനെയൊക്കെ നോക്കണം. അങ്ങോട്ട് എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടേ ഇതിനൊന്നും നോക്കാൻ സമയം കിട്ടാറില്ല. എന്താ നിന്റെ മുഖം ഇങ്ങനെ വാടിയിരിക്കുന്നത്? എന്ത് വാട്ടം? ഏട്ടന് തോന്നുന്ന ഒരു വാട്ടവും ഇല്ല. വെയിലത്തല്ലേ നടന്നു വന്നത്. പിന്നെ ശരിയാ, ഈ പെൺകുട്ടികളെ നമ്മുടെയൊക്കെ തന്നെയാണ്. പക്ഷെ കല്യാണം കഴിച്ചു വിടാതെ പിന്നെ വേറെ വീട്ടിൽ തന്നെ ആയില്ലേ. പിന്നെ നമ്മള് മോളെ ചക്കര എന്നൊക്കെ പറഞ്ഞിട്ടേ ഈ പഴയ പോലെ അവരെടുത്ത് പോകുന്നൊന്നും ശരിയല്ല. അവർക്ക് എന്താ തോന്നുക നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. നമ്മള് സ്നേഹം കൊണ്ടായിരിക്കും പോവാ. ചിലപ്പോ അവരത് എങ്ങനെ എടുക്കണമെന്നില്ല. ഞാനൊരു മണ്ടി, ഇതൊന്നും ആലോചിക്കാണ്ട് അങ്ങനെ അങ്ങോട്ട് പോവുക. എന്താണ് അവളുടെ അമ്മായിമ്മയോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? ആരും ഒന്നും പറഞ്ഞില്ല. അവരൊക്കെ നല്ല ആൾക്കാരല്ലേ. പക്ഷെ ആ അമ്മേന്റെ സംസാരത്തിലേ അവർക്കെന്തോ ഒരു പേടി പോലെ. ഞാനെന്തോ മോളെയും മോനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോയതാന്ന്. അല്ല, അമ്മേനെ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയൊക്കെ ആരാണെങ്കിലും ചിന്തിക്കും. ആ ഒരു വിഷമം അല്ലേ മുഖത്ത് കാണുന്നത്? വിഷമമൊന്നുമില്ല ഏട്ടാ. ഇനിയിപ്പൊ അങ്ങോട്ട് പോകുന്നത് ശരിയല്ല. ഇടയ്ക്കിടയ്ക്ക് ഏട്ടൻ പറയുന്നത് തന്നെ ശരി. അവളവിടെ സമാധാനത്തോടെ നിൽക്കുന്നുണ്ടല്ലോ, അതുപോലെ നമുക്ക്. ഇതുകൊണ്ട് തന്നെ ഞാൻ നിന്നോട് ഇന്നലെ പറഞ്ഞ് ഞാൻ വരുന്നില്ല എന്ന്. നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയിട്ടുണ്ടെങ്കിലേ അവരെന്തേലൊക്കെ വിചാരിക്കും. അത് നമ്മുടെ മോക്ക് അവിടെ ഒരു പ്രശ്നമായി മാറില്ലേ. എന്തായാലും ഇനി അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോണ്ടടോ. നീ എന്തായാലും കയറിയിരിക്കുക. അമ്മേ, അവളുടെ അമ്മേ ഇവിടെ 2 ദിവസം നിൽക്കാൻ വേണ്ടിട്ടല്ലേ വന്നത്. പിന്നെ എങ്ങനെയാ ഉച്ചയ്ക്ക് മുമ്പ് അവളമ്മ തിരിച്ചു പോയത്? അമ്മ എന്തെങ്കിലും പറഞ്ഞോ? ഞാൻ എന്ത് പറയാനാ? അയ്യോ, ഞാനൊന്നും പറഞ്ഞിട്ടില്ലേ. അങ്ങനെയല്ലല്ലോ. അമ്മ ഒന്നും പറയണ്ട, അവളമ്മ ഇവിടുന്ന് പോകില്ല. ഇന്നലെ രാത്രി അമ്മ എന്നോട് എന്താ പറഞ്ഞത്? എന്ത് പറഞ്ഞിട്ടാണെങ്കിലും അവളുടെ അമ്മേനെ ഇവിടുന്ന് പറഞ്ഞു വിടുന്നല്ലേ. അപ്പം അമ്മ എന്തോ പറഞ്ഞിട്ടുണ്ട്,
അമ്മ സത്യം പറ, എന്താ പറഞ്ഞേ? ഇല്ല മോനെ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. നിന്റെ അച്ഛൻ ചോദിച്ചത് അയക്കോറ കൊണ്ടുവരട്ടെ എന്ന്. അപ്പൊ ഞാൻ ഈ അമ്മനോട് ചോദിച്ചു, അയക്കോറ കറി വെച്ച് നിങ്ങൾ കഴിക്കുമെന്ന്. അപ്പൊ അവര് പറഞ്ഞു എനിക്ക് അങ്ങനെയൊന്നും വേണമെന്നില്ല എന്നുള്ളത്. പിന്നെ മത്തി ഞാൻ മുറിക്കുകയായിരുന്നു. മത്തി മാങ്ങയിട്ട് വെക്കണം, പുളി വെച്ച് വെക്കണം വെച്ചപ്പോ നിങ്ങളുടെ ഇഷ്ടം പോലെ വെക്ക്, എനിക്ക് മീൻ വേണമെന്ന് ഒരു നിർബന്ധമില്ല പറഞ്ഞു. അത്രയും സംസാരിച്ചുള്ളൂ ഞങ്ങള്. പിന്നെ അയ്യമ്മ വിചാരിച്ചിട്ടുണ്ടാവും ഇവിടെ വന്ന് വെറുതെ ഇരിക്കും, ബോറടിച്ചപ്പോ അങ്ങനെ പോയതായിരിക്കും. അത് മാത്രമേ സംസാരിച്ചുള്ളൂ, വേറെ ഒന്നും പറഞ്ഞില്ല? ഈ മീനിന്റെ കഥ കഴിഞ്ഞിട്ടേ അമ്മ വേറെന്താ പറഞ്ഞേ? അന്ന് പറഞ്ഞേ. അതിപ്പോ നാട്ടു വർത്തമാനം, അല്ലാണ്ട് വേറെന്ത്? എന്ത് നാട്ടു വർത്താനം? എടാ, നമ്മളുടെ കുടുംബത്തിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. നീ വെറുതെ എന്ത് പറഞ്ഞ എന്നോട് ചോദിക്കണ്ട. ഞാൻ പറഞ്ഞു, നീ എനിക്ക് അറിയില്ല അപ്പൊ റൂപ്പർ നമ്മുടെ സുശീലിന്റെ മോൻ എന്താ ചെയ്തത്? കല്യാണം കഴിഞ്ഞു, പാവം അവളെ എത്ര സ്നേഹിച്ച ചെക്കനെ വളർത്തിയത്. കല്യാണം കഴിഞ്ഞ് പെണ്ണ് പറഞ്ഞു എനിക്ക് പ്രൈവസി വേണം പറഞ്ഞു, ചെക്കനും അതിന്റെ പുറകെ പോയി വേറെ പോയി താമസിക്കുന്നു. ഇപ്പൊ സുശീലിന്റെ ഗതി എന്താ? പ്രസവിച്ച് വളർത്തി വലുതാക്കി ചെക്കന്മാര് പ്രൈവസി വേണം പറഞ്ഞു പെണ്ണുങ്ങളെയും കൂട്ടിപ്പോയി. അപ്പൊ അവൾക്കൊരു പ്രൈവസി ഇല്ലാണ് വളർത്തി വളർത്തി വലുതാക്കി ചെറുപ്പം തന്നെ വയസ്സായ പോലെയായി. അന്ന് പ്രസവിക്കാതിരുന്നാണെങ്കിലോ? ഇവിടെ നല്ല ആരോഗ്യമുണ്ട്, എന്തായാലും പ്രസവിച്ച് മക്കളെ വളർത്തിയാലും ലാസ്റ്റ് അനാഥം മടം. പ്രസവിക്കാത്തവർക്കും അനാഥം മടം. ആർക്കും പ്രസവിക്കാതിരിക്കില്ല നല്ലത്. ഒന്ന് ആലോചിച്ച് നോക്കും മോനെ. ഇത് സുരേഷിനെ പോലെ പിള്ളേരെയൊക്കെ വളർത്തിയിട്ടേ വല്ല കാര്യം ഉണ്ടാവും മോനെ. അവരെ വളർത്തി വലുതാക്കിയതും പോരാ, അവരുടെ വായിലിരിക്കുന്നത് കേൾക്കണം, പിന്നെ വന്ന പെണ്ണുങ്ങളുടെ വായിലിരിക്കുന്നത് കേൾക്കണം, പിന്നെ വീട്ടിൽ കുടുംബത്തിൽ പ്രശ്നം, പിന്നെ സ്വത്ത് തർക്കം, എന്ത് കാര്യം എന്താക്ക. മക്കളില്ലാത്തവർക്കോ ഒരു പ്രശ്നവുമില്ല. അത്രയും ഞാൻ പറഞ്ഞുള്ളൂ അവരോട്. അത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു, നമ്മുടെ കുടുംബത്തിൽ നിങ്ങളുടെ കുടുംബത്തിലെ കാര്യമല്ല കേട്ടോ, ഇത് നാട്ടു നടപ്പാണ്. അവിടെ ഒരു കുട്ടി മാത്രം ഇങ്ങനെ, അത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഈ അമ്മ മുള്ളാണ്ട് ഇറങ്ങിപ്പോ ഞാൻ എന്ത് ചെയ്യാൻ? എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ നിന്നത്? എൻ്റെ അമ്മേന്റെ മനസ്സിൽ എന്തൊക്കെയോ പേടി കുടുങ്ങിയിട്ടുണ്ട്, അതുകൊണ്ടാണ് അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്. അവളുടെ അമ്മ ഇവിടെ വന്ന് ജസ്റ്റ് ഒന്ന് അവളെ കാണാൻ വേണ്ടിട്ടല്ലേ. അവര് വരും, കാണും, പോകും. അതിനിപ്പോ എന്താണ്? അല്ലാണ്ട് അവളെ അമ്മ ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ വന്നൊന്നല്ല. അമ്മ കുറച്ച് സമാധാനത്തോടെ ഇരിക്കേ. മോനെ, നിന്റെ പെങ്ങളുടെ കല്യാണ സമയത്തെ എനിക്കും ഉണ്ടായിരുന്നില്ലേ എന്റെ മോളെ കാണാണ്ട് നല്ല ടെൻഷൻ. അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകുമ്പോഴേ ഈ അമ്മന്റെ മുഖം മാത്രം വന്ന് കനക്കും. പിന്നെ ഞാൻ ഈ വഴിക്ക് പോയിട്ടില്ല. ഇതൊക്കെ എല്ലാ വീട്ടിലും ഉള്ള പതിവാ. നീ അതിനെ കുറിച്ചൊന്നും ടെൻഷൻ അടിക്കണ്ട. നീ വന്ന് ചോറ് കഴിക്കാൻ നോക്കവാ. കറിയും പൊരിച്ചതൊക്കെ ആക്കിയിട്ടുണ്ട് അമ്മ. ഓ, ഈ കുട്ടികൾ എന്താ ചെയ്തിരിക്കുന്നത്? ഓരോ സാധനം വെച്ചവിടെ തന്നെ നോക്ക്. ചന്ദനത്തിന് എവിടെ വെച്ചിരിക്കുന്നുള്ളത്? ചെറിയ പിള്ളേരുടെ കളിയാ കളിക്കുന്നത്. ചേച്ചി തിരക്കില്ല? ആ, ഇതാര്? മോൾ അവിടെ ഉണ്ട്, ഞാൻ വിളിക്കപ്പോ. അവള് വരട്ടെ. കുറച്ച് അച്ചപ്പം കൊണ്ടുവന്നതാ. ഏട്ടന്റെ വീട്ടിലൊരു പരിപാടി ഉണ്ടായിരുന്നേ. അപ്പൊ അവിടുന്ന് കുറെ അച്ചപ്പവും ഉണ്ണിയപ്പവും ജിലേബിയും അങ്ങനെ കുറേ സാധനങ്ങൾ അങ്ങോട്ട് കൊണ്ടുവന്നു. മോക്കാണെങ്കിൽ അച്ചപ്പം വലിയ ഇഷ്ടാ. അപ്പൊ പിന്നെ എനിക്ക് അവിടെ വെച്ചിട്ട് ഒരു മനസ്സൊരു സമാധാനം ഇല്ല, മോക്ക് കൊണ്ടുവന്ന് തരാണ്ട്. അങ്ങനെ കൊണ്ടുവന്നതാ. ഓ, ഇതൊക്കെ ഇപ്പോഴത്തെ പിള്ളേര് കഴിക്കുവോ? ഇവിടെ അവന്റെ അച്ഛൻ 4-5 പാക്കറ്റ് വാങ്ങിട്ട് വന്നിരിക്കുന്നു, അത് അവിടെ തന്നെ കിടക്കണം. നിങ്ങൾ എന്തിനാ വെറുതെ ഇതൊക്കെ തൂക്കി പിടിച്ച് വരുന്നത്? ഇവിടെ ആരും കഴിക്കുമില്ല, വെറുതെ ആൾക്ക് മെനക്കേടുന്നല്ലാണ്ട്. ഇനി ഇങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങൾ തൂക്കി പിടിച്ച് ഇങ്ങനെ വരണ്ടേ? ഇത് വെറുതെ പൂത്തു പോകും. ഇവിടെ പിള്ളേർ ആരും കഴിക്കില്ല. അമ്മ എപ്പോ വന്നു? അവരിപ്പോ വന്നതാ മോനെ. വെറുതെ ഇങ്ങനെ ഓരോന്ന് തൂക്കി പിടിച്ച് കൊണ്ടുവരണ്ടെന്ന് ഞാൻ പറയുക. നീയേ അവളെ വിളിക്ക്, നിങ്ങൾ ഇരിക്കും കേട്ടോ. അമ്മയൊന്ന് നിക്കുന്നേ, ഇരിക്കേ, ഞാൻ അവളെ വിളിക്കാം. എടാ, അമ്മ ഒന്നും ഇങ്ങോട്ട് വാ. അമ്മ ഇരിക്കട്ടോ, ഞാനിപ്പോ വരാം. എടാ, പെട്ടെന്ന് വാ. എന്ത് പണിയമ്മ ചെയ്തത്? വീട്ടിലേക്ക് വരുന്ന ഒരാളോട് ഇങ്ങനെയാണ് പെരുമാറുക? അത് ഞാനെന്താ പറഞ്ഞു? അവരോട് ഇരിക്കാനല്ലേ പറഞ്ഞത്? ഇങ്ങനെയോ? അമ്മ നമ്മുടെ വീട്ടിലേക്ക് ഒരാളുടെ സാധനം കൊണ്ടുവരുമ്പോ അത് വാങ്ങിക്കാനുള്ള മര്യാദയല്ലേ കാണിക്കേണ്ടത്? അല്ലാണ്ട് ഇനി ഇങ്ങനത്തെ സാധനം തൂക്കി പിടിച്ച് വരുന്നതാണ് അവരോട് പറയാ? അമ്മ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. എടാ, തൽക്കാലം നിങ്ങൾ രണ്ടാളും കൂടി അവരെ സ്വീകരിച്ചാൽ മതി. എനിക്കെന്താ അത്ര ഇഷ്ടപ്പെട്ടില്ല ഈ വരത്ത്. നീ ഒരു കാര്യം ചെയ്യ്, കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ നിങ്ങൾ രണ്ടാളും കൂടി പോയി കുറച്ച് ദിവസം അവിടെ പോയി നിൽക്ക്. എന്നാ പിന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരില്ല. അന്ന് പറഞ്ഞു വിട്ടപ്പോ പിന്നെ വരില്ല എന്നാ വിചാരിച്ചത്. ഇതിപ്പോ അതൊന്നും അല്ല, ഇവിടെ കൂടാൻ വേണ്ടി വന്നതാ.
രണ്ടച്ചപ്പവും കൈ പിടിച്ചങ്ങ് വന്നിരിക്കുന്നു കിട്ടാത്ത പോലെ. നല്ല ടേസ്റ്റ് ഉണ്ടമ്മേ, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. നീ കഴിക്ക്, ഗീതമായി ഉണ്ടാക്കിയതാ. അമ്മ വരുന്നുണ്ടേ, അവിടുത്തെ ചായന്റെ പരിപാടിയില്ല. ആ ഞാനും അമ്മയും സംസാരിച്ചതാ മോനെ, കുറെ നേരം സംസാരിച്ചിട്ടാ പിന്നെ അമ്മ പോയത്. ചായ കുടിക്കാൻ നിൽക്കുന്നില്ല മോളെ. ഞാൻ ഇറങ്ങട്ടെ മോനെ, അവിടെ അച്ഛൻ കാത്തിരിക്കും. പോകാനോ ഇത്രയും പെട്ടെന്നോ? അയ്യോ അതെന്ത് പറ്റി? ചായ കുടിച്ചിട്ട് പോവാ. വേണ്ട മോനെ, അതിനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ, ഇനിയും വരാം. അമ്മയോട് പറഞ്ഞാൽ മതിയേ, തിരക്കിലായിരിക്കും അല്ലേ. ഞാൻ പോയിന്ന് പറഞ്ഞാൽ മതി. ശരി മോനെ. ശരി ശരി മോനെ. അമ്മ തിരക്കുണ്ടായിട്ട് തന്നെ പോയതാണോ? അതോ ഇനിയിപ്പോ? ആയിരിക്കില്ല, ഇവിടെ നിൽക്കാനുള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ടേ വേഗം പോയതായിരിക്കും. ഇതിപ്പോ അച്ചപ്പം തരാനൊന്നും അല്ല വന്നത്, എനിക്കറിയാം. എന്നെ കാണാൻ വരാൻ എന്തെങ്കിലും ഒരു കാരണം വേണ്ടേ, അതുകൊണ്ടായിരിക്കും. അല്ലല്ലോ അങ്ങനെ തന്നെയല്ലേ പെൺമക്കളെ കെട്ടിച്ചിട്ട് വീട്ടിലേക്ക് അമ്മമാര് വരുമ്പോ അതെല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ലല്ലോ. അത് സാരല്ലേ, നമുക്ക് തിരക്കൊക്കെ ഒഴിഞ്ഞ ദിവസേ അങ്ങോട്ട് ചെല്ലല്ലോ. അച്ഛനും അവിടെ കാത്തിരിക്കുന്നുണ്ടാവും എന്നെ കാണാനും മിണ്ടാനൊക്കെ വേണ്ടിയിട്ട്. ഇങ്ങോട്ടേക്ക് വരാനുള്ള ബുദ്ധിമുട്ടുണ്ടല്ലേ. അമ്മേ ഇനി ഇങ്ങനെ വീർപ്പൂട്ടി കഷ്ടപ്പെട്ട് ഇവിടെ നിൽക്കണ്ട. അവളമ്മ തിരിച്ചുപോയി, അകത്തേക്ക് വന്നു. ഓ ഞാൻ കണ്ടു പോയതവര്. എന്റെ കല്യാണത്തിന് മുമ്പ് വരെ അമ്മ ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ. ഇപ്പൊ എന്തിനാ അമ്മ ഇങ്ങനെ പേടിച്ചോണ്ട് നടക്കുന്നത്? പേടിയൊന്നും അല്ലടാ, ഇപ്പൊ ഇവരുടെ മോളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് പറഞ്ഞങ്ങാണ്ടേ ഈ അമ്മ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരാൻ നിന്നാലോ? ഇപ്പൊ നീയും ഞാനും അവളും അച്ഛനും പെങ്ങളും വന്ന് അവളെല്ലാവരും ഉള്ളതല്ലേ, ഇത് ശരിയാണോ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നത്? എല്ലായിടത്തും എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ, ഇവിടെ ആ പരിപാടി വേണ്ട. അമ്മ തന്നെ എന്നോട് പറഞ്ഞിട്ടില്ലേ, സ്വാതിന്റെ വീട്ടിലേക്ക് അമ്മ ചെല്ലുമ്പോൾ അവളുടെ അമ്മായിമ്മയ്ക്ക് അത് ഇഷ്ടമല്ലാന്ന്. എന്നിട്ടും അമ്മ അവിടേക്ക് പോവാറില്ലല്ലോ. അത് നേരെ മറിച്ച് അവിടെ ചെല്ലുമ്പോൾ അമ്മ പറയാ, നിങ്ങൾ വന്നല്ലോ ഇരിക്കി, മോളും അമ്മേനെ വെയിറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് എന്ത് സമാധാനമായിരിക്കും. അമ്മയ്ക്ക് സന്തോഷം ഉണ്ടാവില്ല അവിടെ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് മോളെ കാണാൻ. അതുപോലെ അവളുടെ അമ്മായിമ്മ അവളുടെ കൂടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടൊക്കെ വരികയാണെങ്കിലോ? ഇതൊക്കെ കുടുംബത്തിൽ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളല്ലേ? അല്ലടാ, അതൊക്കെ നടക്കുവോ? എന്തുകൊണ്ട് നടക്കില്ലമ്മേ? നമ്മളൊക്കെ ഒരുപാട് വേണ്ടാത്ത കാര്യങ്ങൾ മാത്രം ഇങ്ങനെ എപ്പോഴും ചിന്തിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അമ്മയൊന്ന് മാറി ചിന്തിച്ചു നോക്ക്. അമ്മേന്റെ മോളുടെ എല്ലാവരും അമ്മേന്റെ കൂടെ വേണം, അവളുടെ കൂടെ വേണം, നമ്മൾ അവരുടെ കൂടെ വേണം. അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടെങ്കിലേ ഇതൊക്കെ ഈസി ആയിട്ട് മാറ്റാൻ പറ്റുന്നുള്ളൂ. ഇപ്പൊ തന്നെ അമ്മ നോക്ക്, ശ്രുതിന്റെ അമ്മ എത്ര വിഷമിച്ചിട്ട് ഇവിടുന്ന് പോയത്. അമ്മ അവരെ മനഃപൂർവ്വം ഇൻസൾട്ട് ചെയ്ത് വിട്ടതല്ലേ. അമ്മ ശ്രുതി അവരുടെ ഒറ്റ മോളാണ്. അവളെ കാണാൻ വേണ്ടി മാത്രമാണ് ഓരോ കാരണങ്ങളും പറഞ്ഞ് ഇങ്ങോട്ട് വരുന്നത്. അതൊന്നും അമ്മയ്ക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്. ഇപ്പൊ തന്നെ അമ്മ നോക്ക്, അവളുടെ സ്ഥാനത്ത് ഞാനാണ് ഇതുപോലെ കല്യാണം കഴിച്ച് വേറെ വീട്ടിലേക്ക് പോയെങ്കിൽ അമ്മയ്ക്ക് എന്നെ കാണുന്ന ആഗ്രഹം ഉണ്ടാവില്ല. കല്യാണം കഴിഞ്ഞവർ അമ്മ എന്നെ കംപ്ലീറ്റ് ആയിട്ട് മറക്കുമോ? എനിക്കിനി അങ്ങനെ ഒരാൾ എൻ്റെ ജീവിതത്തിൽ ഇല്ല എന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്കും തോന്നില്ലേ അമ്മേന്റെ മോനെ ചെന്ന് കാണണം, ഇതുപോലെ സംസാരിക്കണം എന്നൊക്കെ? അപ്പൊ ഇങ്ങനത്തെ ഒരു അനുഭവം അമ്മയ്ക്ക് ഉണ്ടായാലോ? മോൻ കല്യാണം കഴിച്ചിട്ട് ആ പെൺകുട്ടീനെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോഴേ അവളുടെ വീട്ടുകാർ ശത്രുക്കളായിട്ട് കാണേണ്ട കാലമൊക്കെ കഴിഞ്ഞു. അതിന് പകരം അമ്മ അവരൊന്ന് സ്നേഹിക്കാൻ പഠിച്ചു നോക്ക്. അമ്മേ, ഒരു കല്യാണം എന്ന് പറയുന്നത് ഒരു ചെക്കനും പെണ്ണും മാത്രം ഒന്നിക്കുന്നതല്ല, രണ്ട് കുടുംബങ്ങൾ ഒന്നിക്കുന്നതാണ്. അമ്മനൊന്ന് ആലോചിച്ച് നോക്ക്, അവളുടെ അച്ഛനും അമ്മയും ഇവിടെ വരിക, സന്തോഷത്തോടെ നിൽക്കുക, നമ്മളും അതേപോലെ അവരെ ട്രീറ്റ് ചെയ്യുക, നമ്മൾ വേണ്ടപ്പോൾ അങ്ങോട്ട് പോവുക. അതൊക്കെയല്ലേ ഒരു കുടുംബത്തിന്റെ ബലം എന്ന് പറയുന്നത്. അതൊക്കെയല്ലേ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം. എന്നാലേ അവൾക്ക് വീട് സ്വന്തം വീട് പോലെ തോന്നുള്ളൂ. അല്ലെങ്കിലേ അവളിവിടെ ഇങ്ങനെ വീർപ്പൂട്ടി ജീവിക്കേണ്ടി വരും. അതാണ് അമ്മയ്ക്ക് വേണ്ടത്. മോളെ, അമ്മന്റെ നമ്പറേ ലാസ്റ്റ് 2253 എന്തിനാ അമ്മേ? ഒന്നുമില്ല മോളെ, ഒന്ന് അമ്മനെ വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാ. പെട്ടെന്ന് ഇങ്ങ് പോയപ്പോഴേ എനിക്ക് എന്തോ ഒരു വിഷമം പോലെ. അതെന്താ അറിയാം മോളെ, എനിക്ക് എന്തൊക്കെയോ മനസ്സിന് ഓരോ ചിന്തകളും ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടൊക്കെ സംഭവിച്ചതാ. അപ്പൊ അങ്ങനെയല്ലല്ലോ വേണ്ടത്.
മോളമ്മ ഞാനും എന്ത് വ്യത്യാസമാണ് ഉള്ളത്? ഞാൻ അമ്മനെ ഒന്ന് വിളിക്കട്ടെ, എന്നിട്ട് ഇങ്ങോട്ട് വരാൻ പറയാം. ഹലോ, ഇത് ഞാനാട്ടോ മോളമ്മ. എന്ത് പറ്റി? ഞാനൊന്ന് ചായ എടുക്കാൻ പോകുമ്പോഴേക്കും ഇവിടുന്ന് മിണ്ടാതിട്ട് പോയാലോ? എനിക്ക് എന്തോ മനസ്സിനൊരു വിഷമം പോലെ, അത് കാരണം വിളിച്ചതാ. പിന്നെ സംഭവിച്ചൊന്നും മനസ്സിൽ വെക്കണ്ട കേട്ടോ. അതൊക്കെ എൻ്റെ എന്തോ ഒരു പൊട്ടത്തിന്, അല്ലെങ്കിൽ ഇവിടെയൊക്കെ നേരിട്ട് കാണുമ്പോഴേ ഞാൻ വിശദമായിട്ട് പറഞ്ഞോളാം. ആ ആ ആ ആ പിന്നെ പിള്ളേർ പറയാ മറ്റന്നാളൊരു സിനിമയ്ക്ക് പോയാലോ എന്ന്. അച്ഛനെയും കൂട്ടിക്കോ, നമുക്കെല്ലാവർക്കും കൂടി പോകാം. ഇനി എന്തോ ഒറ്റയ്ക്ക് പോകുന്നത്, നമ്മളെല്ലാവരും ഒന്നെന്നെയാണ്. അതല്ലേ അതിൻ്റെ ഒരു സന്തോഷം. ആ ആ ആ ശരി എന്നാ, ശരി ശരി. അല്ലമ്മേ, അതിന് ഞാൻ പറഞ്ഞില്ലല്ലോ സിനിമയ്ക്ക് പോവാന്ന്. നീ പറഞ്ഞില്ല, പക്ഷെ നമ്മള് പോകും. അങ്ങനെയൊക്കെ തന്നെയല്ലേ.